ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായി നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ അഡ്മിന്മാർക്കും ഗ്രൂപ്പ് മെമ്പർമാർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ശ്രീനാരായണ തീർത്ഥർ സ്വാമി. 1895 നവംബറിൽ കൊല്ലം പരവൂറുള്ള കുറുമണ്ടൻ തെക്കേതിൽ കുടുംബത്തിൽ അയ്യന്റെയും കാളിയമ്മയുടെയും മകനായി കാർത്തിക നക്ഷത്രത്തിലാണ് ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ ജനിച്ചത്. നമ്മുടെ ഭഗവാന്റെ ചെറുപ്പത്തിലെ പേര് തന്നെയായിരുന്നു തീർത്ഥർ സ്വാമികൾക്കും. നാണു അതായിരുന്നു പൂർവാശ്രമ നാമം. 8-ാം വയസ്സിൽ അമ്മ നിര്യാതയായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിനെ കാണാനുള്ള ഭാഗ്യം നാണുവിന് ലഭിച്ചു. തീർത്ഥർ സ്വാമികൾക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊല്ലത്ത് പരവൂറുള്ള കൊച്ചുനാരായണ സ്വാമി ഒരു സിദ്ധനായിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തൃപ്പാദങ്ങൾ ഇടയ്ക്ക് വരികയും വിശ്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അങ്ങനെ ഗുരു വരുന്ന വിവരമറിഞ്ഞ് ശ്രീനാരായണ തീർത്ഥർ സ്വാമി, അന്ന് നാരായണൻ എന്നു പേരുള്ള നാണു എന്ന് വിളിക്കുന്ന തീർത്ഥർ സ്വാമി, ഗുരുവിനെ പോലെ തന്നെ സ്വാമിയുടെ അച്ഛന്റെ സഹോദരനായ ഗോവിന്ദനാശാന്റെ കൂടെ അവിടെ എത്തി. സ്വാമി തൃപ്പാദങ്ങൾ ചാരുകസേരയിൽ ഇരിക്കുന്നത് കണ്ട് ആരും പറയാതെ തന്നെ ഗുരുവിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സ്വാമി തൃപ്പാദങ്ങൾ എണീറ്റ് പിടിച്ചെഴുന്നേപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അന്നേ ശിഷ്യനായി ചേരുവാനും ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുവാനും ഭാവിയിൽ തൃപ്പാദങ്ങൾ ശ്രീനാരായണ ധർമ്മം എഴുതുമ്പോൾ അതിന് വ്യാഖ്യാനം എഴുതാനുമുള്ള ആളാണെന്ന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് പിടിച്ചെഴുന്നേപ്പിച്ച് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് മിടുക്കനായി വരുമെന്ന് പറഞ്ഞത്. അതിനുശേഷം തീർത്ഥസ്വാമി മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യയുടെ ദീക്ഷ സ്വീകരിച്ച പോലെയുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. പിന്നീട് സ്വാമി ശിവഗിരി മഠത്തിൽ എത്തിച്ചേരുന്നു. തൃപ്പാദങ്ങൾ ശ്രീനാരായണ ദാസ് എന്ന പേര് നൽകുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ശ്രീനിവാസ ശാസ്ത്രി എന്ന് പറയുന്ന പരവൂറുള്ള ഒരു ബ്രാഹ്മണനെ പരിചയപ്പെടുന്നു. ആ ബ്രാഹ്മണൻ ജാതിമത ചിന്തകൾക്കപ്പുറം ചിന്തിക്കുന്ന ആളായതിനാൽ വൈദിക തന്ത്ര കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ചു കാര്യങ്ങൾ അന്നും സ്വാമിക്കറിയാം. ആ കാലത്ത് സ്തോത്രകൃതികൾ പ്രാർത്ഥനകളൊക്കെ എഴുതി ബന്ധുക്കൾക്ക് കൊടുക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് പാമ്പാടിയിലുള്ളവർ തൃപ്പാദങ്ങളെ കണ്ട് ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച് സങ്കടം അറിയിച്ചപ്പോൾ, നാം നിങ്ങൾക്ക് ഒരാളെ തരാം പാമ്പാടിയിലേക്ക്. അങ്ങനെ നിയോഗിച്ച ആളാണ് ശ്രീനാരായണ ദാസ് സ്വാമി. സ്വാമി പാമ്പാടിയിലെത്തി ഭംഗിയായി ചുമതലകളെല്ലാം നടത്തി പാമ്പാടി സ്വാമിയായി. അവിടെ നാനാ ജാതിക്കാർക്കും പുരോഗതി ഉണ്ടായത് തീർത്ഥർ സ്വാമി വന്നതിന് ശേഷമാണ്. 18 കരയിലെയും ഈഴവരെ സംഘടിപ്പിച്ചുകൊണ്ട് ശിവദർശന ക്ഷേത്ര സമാജം ഇന്ന് കാണുന്ന രീതിയിൽ പടുത്തുയർത്തിയത് സ്വാമിയുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. 1925 സെപ്റ്റംബറിലാണ് സ്വാമി തൃപ്പാദങ്ങൾ സ്വാമിക്ക് സന്യാസ് ദീക്ഷ കൊടുക്കുന്നത്. 3 ശിഷ്യന്മാർക്ക് സന്യാസ് ദീക്ഷ കൊടുത്തു. അതിലൊരാളായിരുന്നു നമ്മുടെ ശ്രീനാരായണ ദാസ് സ്വാമി. അങ്ങനെ ശ്രീനാരായണ തീർത്ഥർ സ്വാമിയായി മാറുന്നു. ബോധാനന്ദ സ്വാമി അനന്തര പിൻഗാമിയായി വാഴിച്ച അന്നാണ് ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾക്ക് സന്യാസ് ദീക്ഷ കിട്ടുന്നത്. ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം കുറെ നാൾ കഴിഞ്ഞ് പാമ്പാടി വിട്ട് ചങ്ങനാശ്ശേരിയിലെത്തിയ തീർത്ഥർ സ്വാമി ആനന്ദാശ്രമത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. 1932-33 കാലഘട്ടങ്ങളിൽ ആനന്ദാശ്രമം അന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അത് തീർത്ഥർ സ്വാമിയുടെ സ്വാധീനം കൊണ്ടായിരുന്നു. കുർച്ചി അദ്വൈത വിദ്യാശ്രമത്തിന് സ്വാമി ആദ്യം 12 ഏക്കർ സ്ഥലമാണ് വാങ്ങിയത്. അത് ആലപ്പുഴക്കാരനായ മുസ്ലിം സേട്ടുവിന്റെ കയ്യിൽ നിന്ന് ശിവഗിരി മഠത്തിന്റെ ബ്രാഞ്ചായാണ് വാങ്ങുന്നത്. ഗുരു നേരിട്ട് സന്യാസ് ദീക്ഷ കൊടുത്ത ശിഷ്യരിൽ ഗുരുവിന്റെ സമാധിക്ക് ശേഷം മഠത്തിന്റെ പേരിൽ സ്ഥലം വാങ്ങിയ ഒരേ ഒരു ശിഷ്യനായിരുന്നു ശ്രീനാരായണ തീർത്ഥർ സ്വാമി. പാമ്പാടി കേന്ദ്രീകരിച്ച് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ഉത്തര തിരുവിതാംകൂർ മഹായോഗം. അതുകൂടാതെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും ഉണ്ടാക്കി, സദാചാര പ്രകാശിനി സഭ. ഉത്തര തിരുവിതാംകൂർ മഹായോഗത്തെ ശ്രീനാരായണ തീർത്ഥർ സ്വാമിയുടെ പരിശ്രമത്താൽ 64 ശാഖായോഗങ്ങളാക്കി. അതിൽ 25 എണ്ണം കുട്ടനാട് ഭാഗവും 26 ചങ്ങനാശ്ശേരിയും 27 എന്റെ സ്വന്തം ശാഖയായ പാത്താമുട്ടവും 28, 29, 30 കോട്ടയം ഭാഗത്തുമാണ്. വൈദിക മഠത്തിലെ മുറിയിൽ ഒരു ചാരുകസേരയിൽ ഇരുന്ന് തീർത്ഥർ സ്വാമിയുടെ സഹായിയായ വിശ്വംഭരന്
കത്തുകൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവസാന കത്തിന് മറുപടി പറഞ്ഞ ശേഷം ഒന്ന് ചുമച്ച് പുറകോട്ട് ചെരിഞ്ഞ് സമാധിയാകുന്നു. മഹാഗുരു മഹാസമാധിയായ മുറിയോട് ചേർന്നുള്ള മുറിയിൽ വെച്ചാണ് തീർത്ഥർ സ്വാമിയും സമാധിയായത്. 1966 ഏപ്രിൽ 28-നായിരുന്നു. തീർത്ഥർ സ്വാമിയുടെ മണ്ണായ കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റിയത് മഹാഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്തേ. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.